4 സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് CPI ഒന്നാമനായി. കഴിഞ്ഞ തവണത്തെ നാണക്കേട് മാറ്റാൻ മുൻമന്ത്രി സി ദിവാകരനെയാണ് തരൂരിനോടും BJPയോടും പൊരുതാൻ തിരുവനന്തപുരത്ത് പാർട്ടി ഇറക്കുക. തൃശൂരിൽ സിറ്റിംഗ് MP ജയദേവന് സീറ്റില്ല. മാവേലിക്കരയിൽ ഉശിരൻ പോരാട്ടം ഉറപ്പാക്കി ചിറ്റയം ഗോപകുമാർ MLA മത്സരിക്കും. CPM സ്ഥാനാർത്ഥികളെ നാളെ അറിയാം. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. പക്ഷേ വാർത്ത കോൺഗ്രസിലും UDFിലുമാണ്. മുന്നണിയിലെ സീറ്റ് തർക്കം സൗകര്യമായി കാണുകയാണ് കോൺഗ്രസ്. 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 ആര് മത്സരിക്കണമെന്നതിൽ കോൺഗ്രസിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ്. 2ാം സീറ്റിനായുള്ള കേരള കോൺഗ്രസിന്റെ വിശേഷിച്ച് PJ ജോസഫിന്റെ അവകാശവാദത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി തർക്കവും ഗ്രൂപ്പ് പോരും ഒളിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. സ്ഥാനാർത്ഥി നിർണയം എന്ന സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത് AI ഗ്രൂപ്പുകൾ യോഗം ചേരുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സ്ഥാനാർത്ഥി തർക്കം മൂർച്ഛിക്കുന്നത് ഗ്രൂപ്പുകൾ മൂലമോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. മുൻമന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ ജേക്കബ് ജോർജും അതുപോലെ ശ്രീ സജീവനുമാണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കഴിയുന്നതോടെ സ്ഥാനാർത്ഥികളെ അറിയാനാവും. പ്രഖ്യാപനം പിന്നാലെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകും എന്നതാണ് വരുന്നൊരു യാഥാർത്ഥ്യം, പുറത്തേക്ക് വരുന്നൊരു വിവരം. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളെ മുഴുവൻ തീരുമാനിച്ച് അച്ചടക്കത്തോടെ ഒരു വ്യത്യസ്ത ശൈലിയിൽ പാർട്ടി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്, KPC പ്രസിഡന്റ് പറഞ്ഞത്. ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിട്ടും ഇനിയും വൈകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണോ? ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുക എന്നത് പലപ്പോഴും കോൺഗ്രസിൽ സംഭവിക്കാറുള്ള താല്പര്യങ്ങളുടെ, ഒരുപാട് പേരുകളുടെ കിടമത്സരം, ഇതിൻ്റെയൊക്കെ പ്രശ്നമാണോ ഇതിനു പിന്നിൽ? ഒരിക്കലും അല്ലല്ലോ. ഒന്ന്, നിങ്ങൾക്കും എനിക്കും അറിയാമല്ലോ ഇലക്ഷൻ ഡേറ്റ് എന്താണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. അറിയോ? ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പത്രങ്ങളിലും ചാനലിലും കണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം ശ്രീനഗറിലാണ്. അദ്ദേഹം അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ഇന്നും നാളെയും സംസാരിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ സൈമിൾട്ടേനിയസായി, അതായത് അസംബ്ലിയും പാർലമെൻറ്റും ഒരുമിച്ച് നടത്താൻ കഴിയുമോ എന്നൊരു കൺക്ലൂഷൻ എത്തിയതിന് ശേഷമേ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുള്ളൂ. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കേന്ദ്രത്തിൽ മോഡിയും കേരളത്തിൽ പിണറായി വിജയനും ഇങ്ങനെ പരസ്യം കൊടുത്ത് അങ്ങനെ കലക്കി നടക്കുകയല്ലേ. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഡേറ്റ് വരുന്നതനുസരിച്ച് ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് കൂടി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഈ മത്സരിക്കാൻ പോകുന്ന എല്ലാ സീറ്റുകളെക്കുറിച്ചും ഏകദേശ ധാരണ ഞങ്ങളുടെ ഹൈക്കമാൻഡിനോട് ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റിലുണ്ട്. ഓരോ സീറ്റിലേക്ക് ഇപ്പോൾ സിറ്റിംഗ് MPമാരെ കുറിച്ച് പോലും ഞങ്ങളുടെ ഒരു സർവേ AIC നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുറത്ത് കാണുന്ന ഒരു വലിയൊരു ആശങ്കയോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കാണുന്ന ഒരു പ്രശ്നമോ കോൺഗ്രസ് ഇത്തവണ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഘടകകക്ഷിയുള്ള ചർച്ച പൂർത്തിയാക്കേണ്ട. ഇപ്പോൾ നാളെ കേരള കോൺഗ്രസ് ഞങ്ങൾ പൂർത്തിയാക്കും. 6-ാം തീയതി മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അവരും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചകൾ UDFിലൂടെ തീരും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും, അത് ആരൊക്കെ വേണമെന്നുള്ളതൊക്കെ ഒരു ചർച്ചയിലേക്ക് പോകും. വലിയ ബഹളമൊന്നുമില്ലാതെ ഇത് തീരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദാഹരിച്ചതൊക്കെ വളരെ യുക്തിസഹമാണ്, യാതൊരു തർക്കവുമില്ല, ഇത്ര ധൃതി കൂട്ടേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു പ്രതീതി ജനിപ്പിച്ചത് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ആവർത്തിച്ചു പറഞ്ഞു, ഫെബ്രുവരി 20 എന്നൊരു ചലഞ്ച് അദ്ദേഹം എടുത്തു. 20-നുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, തീരുമാനിക്കും എന്ന നിലയിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഒന്ന്, താങ്കൾ പറഞ്ഞാൽ ഇന്നിപ്പോൾ KPCC യോഗം ചേർന്നു ഇക്കാര്യത്തിൽ. പക്ഷേ ആ KPCC യോഗത്തിലും ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ച പോലും ഇല്ലാതെയാണ് അവസാനിപ്പിച്ചത് എന്ന പ്രശ്നം. ഈ 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട് എന്ന് വളരെ വിശ്വസനീയമായ വിവരങ്ങളാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം, മാവേലിക്കര, എറണാകുളം, കോഴിക്കോടിനപ്പുറത്തേക്ക് ഇപ്പോൾ ആന്റണിയുടെ കാര്യം, പത്തനംതിട്ട, അവിടുത്തെ DCC കൊടുത്ത പട്ടികയിൽ പോലും സിറ്റിംഗ് MPയുടെ പേരില്ല എന്നതുപോലുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അതൊരു തർക്ക പ്രശ്നമാണ്. അങ്ങനെ തർക്കമൊന്നും ഇല്ലല്ലോ അതിനകത്ത്. പിന്നെ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്കത് പറയാൻ നിങ്ങളുടെ അവകാശമാണ്, ചോദ്യം ചെയ്യുന്നില്ല. ഉള്ള പ്രശ്നം ഞാനീ പറഞ്ഞതുപോലെ, ഒന്ന്
ഘടകകക്ഷികളായിട്ടുള്ള സീറ്റ് ചർച്ച അവസാനിക്കുന്നതും മറ്റന്നാളേ ഉള്ളൂ. 6-ാം തീയതി തീരുള്ളൂ. നാളെ കേരളയുമായിട്ടുണ്ട്, മറ്റന്നാൾ ലീഗുമായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് എവിടെയെല്ലാം കൃത്യമായി മത്സരിക്കും എന്ന് ഒരു ധാരണ ഉണ്ടാവും. അതിനുശേഷം ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി കൂടും. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞങ്ങൾ മത്സരിക്കുമെന്ന് ഏകദേശം ഞങ്ങൾക്ക് ഉറപ്പുള്ള സീറ്റുകളിൽ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് AICC ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയെ വെച്ച് നടത്തിയിട്ടുണ്ട്, ഞങ്ങളുടെയും തലത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഈ DCCകളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ DCCകളുടെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ല നിങ്ങൾ പറയുന്നത് 2 DCC പെട്ടതാണ്, 2 ജില്ലയിൽപ്പെട്ട സീറ്റാണത്. എറണാകുളത്താണെങ്കിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ എറണാകുളം DCCയുടെ കീഴിൽ. ബാക്കി വരുന്നത് 3 സ്ഥലത്ത്, ഒന്ന് ഇടുക്കി 2 ഉണ്ട്, കോട്ടയത്തിൻ്റെ 1 ഉണ്ട്, അതുപോലെ തന്നെ ചാലക്കുടിയുടെ 4 ഉണ്ട്. അപ്പോൾ സ്വാഭാവിക DCCയോട് പറയുമ്പോഴേക്കും അവർക്കുള്ള ഒരു പ്രശ്നം, ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഒരു നേതാവ് എനിക്കിവിടെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അയക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഒരു സംശയം വേണ്ട, ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായി അനൗൺസ്മെൻറ്റ് വരും. ഒരു കാര്യം, ഈ 20 അദ്ദേഹം പറയാൻ കാരണം, അന്ന് അദ്ദേഹത്തിൻ്റെ ജാഥ തുടങ്ങുമ്പോഴേക്കും, മഹായാത്ര തുടങ്ങുമ്പോഴേക്കും അന്നുള്ളൊരു ധാരണ ഫെബ്രുവരി പകുതിയോടുകൂടി ഇലക്ഷൻ അനൗൺസ്മെൻറ്റ് വന്നേക്കും എന്ന് ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ആ ഡേറ്റ് 20 പറഞ്ഞത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇന്നലെയാണ് കൺഫേം ചെയ്തത്, ഈ നമ്മുടെ യുദ്ധ സാഹചര്യം ഉള്ളത് കൊണ്ട് പോലും ഇലക്ഷൻ മാറ്റിവെക്കില്ല എന്നുള്ളൊരു അഷ്വറൻസ് കിട്ടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആകുമ്പോൾ ഒത്തിരി ആഗ്രഹക്കാരുണ്ടാവും. മാത്രമല്ല UDF ഇത്തോടെ മേൽക്കൈ ഉണ്ടാവും ഇലക്ഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരുടെ ആഗ്രഹമുള്ളൊരു എണ്ണം കൂടില്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും ശരി, ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് വന്നതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങളുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്കും അതുപോലെ തന്നെ ശ്രീ സജീവനിലേക്കും വരും മുമ്പ് ഒരു കാര്യം കൂടി. താങ്കൾ ഈ പറഞ്ഞ പോലെ ചില DCCകൾ ഈ KPCCക്ക് കൈമാറിയിട്ടുള്ള പട്ടിക വളരെ രസകരമാണ്. താങ്കൾ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നവരുടെ മുഴുവൻ പേരും അങ്ങ് സാധ്യതാ പട്ടികയിൽപ്പെടുത്തി നൽകി. ചില ആളുകൾ ഒരു പേരും നൽകാതിരുന്നു, ആരുടെയും എതിർപ്പ് വരുത്തി വെക്കേണ്ട എന്ന നിലയിൽ. ഇതിനിടയിലാണ് ഒരു പ്രത്യേക കേസായി താങ്കൾക്ക് നന്നായി അറിയാവുന്ന ശ്രീ ആൻ്റണി, സിറ്റിംഗ് MP ആണ്, വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നയാളാണ്. ഈ 3 DCCകൾ ഉൾപ്പെടുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ പറയുന്ന വസ്തുതയുണ്ടെങ്കിൽ പോലും ഒരു സിറ്റിംഗ് MP വീണ്ടും പരിഗണിക്കേണ്ടതില്ല എന്ന DCCകളുടെ വലിയ സാധ്യതാ പട്ടികയിൽ പോലും ഇടം പിടിക്കാതെ വരുന്നത് ഏതായാലും വളരെ ശുഭകരമായ ഒരു നീക്കമായി കാണാവുന്നതാണോ ആ ഒരൊറ്റ കേസ് പരിഗണിച്ചാൽ തന്നെ? ഞാനതിനോട് ഏറെക്കുറെ യോജിക്കുകയാണ്. ഒരിക്കലും 10 DCC അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ജനറൽ ഗൈഡ് ലൈൻസ് തന്നെ ഉള്ളത് സിറ്റിംഗ് MPമാരുടെ പേര് ആദ്യം കൊടുക്കുക, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പേര് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് KPCC അവിടെ വിളിച്ച് അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. അത് കോൺഗ്രസിൻ്റെ ഒരു അപ്രൂവ്ഡ് അംഗീകരിക്കപ്പെട്ട നോംസ് വിരുദ്ധമായിരുന്നു. എനിക്കറിയില്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തും DCCക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളത് ചെയ്തിട്ടില്ലെന്നാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ AICCയുടെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടുണ്ട്. സിറ്റിംഗ് MP ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം വേണം, അതിനോടൊപ്പമാണ് മറ്റ് പ്രോബിൾസ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ മാധ്യമങ്ങൾ വന്ന വാർത്തയിൽ ഔദ്യോഗികമായി ആ DCC അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല. റൈറ്റ്. ഏതായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ശരിയല്ല എന്നാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ നിലപാടായി പറഞ്ഞത്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് ഈ KPCC യോഗം ചേർന്നു. അവിടെ 32 അംഗങ്ങളാണ് ആ യോഗത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വലിയ കമ്മിറ്റിയിൽ വെച്ച് ഈ കാര്യങ്ങളാകെ ചർച്ച ചെയ്യുന്നത് ഉചിതമാവില്ല എന്ന നിലയിലേക്ക് ചർച്ചയിലേക്ക് പോലും പ്രാഥമികമായി പോലും സ്ഥാനാർത്ഥികളുടെ പേരുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവസാനിച്ചത്. അതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകും എന്ന സാഹചര്യം വന്നത്. 4-ാം തീയതി എല്ലാം ആരംഭിക്കും, അതായത് ഇന്ന് തുടങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ യോഗത്തിലൊന്നും ഉണ്ടായില്ല. നേതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ വ്യത്യസ്തമായി മുകുൾ വാസ്നിക്കും രമേശും അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാം കൂടി വ്യത്യസ്തമായി കേട്ടു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പേരുകൾ ചർച്ച ചെയ്തു. ഇപ്പോൾ പത്തനംതിട്ടയിലെ കാര്യം, ആൻ്റണിയുടെ സാഹചര്യം, സിറ്റിംഗ് MPയുടെ പേരില്ലാത്ത DCCയുടെ ലിസ്റ്റ് എന്ന് പറയുന്നു. വന്ന പേരുകളെല്ലാം ചേർത്തുള്ള DCC ലിസ്റ്റ്, അതുപോലെ തന്നെ പേര് കൊടുക്കാത്ത DCCകൾ. ഈ മാധ്യമ വാർത്തകൾ അനുസരിച്ച് 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 ഞാൻ മുമ്പ് പറഞ്ഞ തിരുവനന്തപുരത്ത് ശശി തരൂർ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളത്ത് KV തോമസ്, കോഴിക്കോട് MK രാഘവൻ. ഇതിനപ്പുറത്തേക്ക് 4 സിറ്റിംഗ് സീറ്റുകളിൽ തർക്കം നിൽക്കുകയാണ്. പത്തനംതിട്ട 1, വയനാട് MA ഷാനവാസിന് പകരം അവിടെ ആര് എന്ന ചോദ്യം നിൽക്കുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ?
വയനാട്ടിലേക്ക് അദ്ദേഹം മാറുമെന്ന തരത്തിലേക്കുള്ള വർത്തമാനങ്ങൾക്ക് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹം മത്സരിക്കുമോ എന്നൊരു ചോദ്യം, ഇനി ആരാണ് എതിരാളി എന്നതുപോലും KC ഒരുപക്ഷെ നോക്കുന്നുണ്ടാവാം. കണ്ണൂരിൽ ആര് എന്ന പ്രശ്നം, അവിടെ K സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ വിശാല ഐ ഗ്രൂപ്പിൻ്റെ യോഗത്തിൽ ഒരു ധാരണയായി എന്ന് പറയുന്ന വിവരം. ഇപ്പോൾ കാര്യത്തോടടുക്കുമ്പോൾ കോൺഗ്രസിലെ പതിവ് ഗ്രൂപ്പ് താല്പര്യങ്ങൾ, അതുപോലെ വയനാട് ഐ ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം എ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതായത് മുല്ലപ്പള്ളി എന്തൊക്കെ പറഞ്ഞാലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഫൈനൽ ലാപ്പിലെത്തുമ്പോൾ കേരളത്തിലെ ഗ്രൂപ്പുകൾ വളരെ ശക്തമായി അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ്. അതൊരു യാഥാർത്ഥ്യമായി കാണുകയാണോ ശ്രീ ജേക്കബ് ജോർജ്? നേരത്തെ നമുക്ക് കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോഴേ കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങൾ ഒത്തിരി മാർജിൻ കൊടുക്കണം. കാരണം കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ കേരള രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രയോ വർഷങ്ങളായി കേരളത്തിൽ ഇങ്ങനെയാണ്. അതിനകത്ത് ഗ്രൂപ്പ് വഴക്ക് കാണും, സ്ഥാനാർത്ഥികളുടെ പ്രശ്നം കാണും. ഇപ്പം പത്തനംതിട്ട ക്ലാസിക് എക്സാമ്പിളാണ്. ആന്റണിയെ കഴിഞ്ഞ തവണ തന്നെ അവിടുത്തെ DCC ഒക്കെ എതിർത്തതാണ്. PC ജോർജും എതിർത്തു. അതെ, PC ജോർജ് പരസ്യമായിട്ടും ഭയങ്കരമായിട്ടും എതിർത്തു. പക്ഷേ അവിടെ ആന്റണി ജയിച്ചു. അതാണ് അതിന്റെ രാഷ്ട്രീയം. ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അതിനെ മുതലാക്കാനാണ് LDF പീലിപ്പോസ് തോമസിനെ കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. എന്നിട്ടും ഗുണം ചെയ്തില്ല. അല്ല ചെറുതെ, പീലിപ്പോസ് എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ കാവൽ ഭടനായിരുന്നു. അവിടെ നിന്നും ആന്റണി പക്ഷമല്ലാതെ വേറെ കോൺഗ്രസ്സുകാർ പോലും ഇല്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാക്കി വെച്ചത് പീലിപ്പോസ് തോമസാണ്. പീലിപ്പോസിന് പോലും രക്ഷയില്ലാത്ത ഒരു DCC ആണ് അത്. ഇവിടെ പിന്നെ മോഹൻ രാജ് അവിടെ പിന്നീട് DCC പ്രസിഡന്റ് ആയിരുന്ന ആൾ. അവർക്കൊക്കെ വേണ്ടേ? ഇത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രശ്നം. അവിടെ വളരുന്ന നേതാക്കന്മാർ, വളർന്നു കഴിഞ്ഞ നേതാക്കന്മാർ, പുരനിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാർ ധാരാളമുണ്ട്. ഇവരെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നും പോരാ. അത് വന്നിരിക്കുന്നു. അത് എന്നാലേ ഇപ്പോൾ ആറ്റിങ്ങൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സത്യത്തിൽ ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ മുന്നണിക്കകത്തെ പ്രശ്നം PJ ജോസഫ് രണ്ടാമതൊരു സീറ്റ് ചോദിച്ചത് സത്യത്തിൽ കോൺഗ്രസിന് അനുഗ്രഹമായില്ലേ? അത് പരിഹരിക്കാൻ ശ്രീ ഡൊമിനിക് പറഞ്ഞ പോലെ അത് പരിഹരിക്കാത്തത് കൊണ്ട്, ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സെറ്റിൽ ആകാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു നിൽക്കാം. അത് പരിഹരിച്ചാൽ ഈ വിവരങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പുറത്തു വരില്ലേ? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നാളെ കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി വ്യക്തമാവില്ല? അല്ല, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നേതാക്കന്മാർ ഒന്നും കൂടെ മുറുക്കും, കാര്യങ്ങൾ ഒന്നുകൂടെ പിടിമുറുക്കും. സ്വാഭാവികമായിട്ടും വേണ്ടി വന്നാൽ കർശനമായ നിർദ്ദേശം ഹൈക്കമാൻഡിൽ വരും. ഈ ഹൈക്കമാൻഡ്, ഈ പത്തനംതിട്ടയിലെ കാര്യം ഒന്നും കൂടെ പറയാമല്ലോ. ഹൈക്കമാൻഡിൻ്റെ ഒരു കളി, ഹൈക്കമാൻഡിനെ കൊണ്ട് കളിപ്പിക്കുന്ന രീതി പ്രത്യേകമാണ്. അവിടെ PJ കുര്യനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുണ്ട്, രഹസ്യമായിട്ട് അദ്ദേഹം കരുനീക്കുന്നുണ്ടെന്നൊക്കെ ഒരു സംസാരമുണ്ട്. അപ്പം അത് വെട്ടാൻ അല്ലെങ്കിൽ അത്ര വലിയ ഒരു പിൻബലമില്ലെങ്കിൽ DCC സിറ്റിംഗ് MPക്കെതിരെ നീങ്ങുകയുമില്ല. അതെ, PJ കുര്യന് അവിടെ DCC നല്ല സ്വാധീനമുണ്ട്. മർത്തോമ സഭക്കാരനാണ് അദ്ദേഹം. സഭയിൽ സ്വാധീനമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട സമുദായമാണ് മർത്തോമ സഭ. അപ്പോൾ ഡൽഹിയിലെ സോണിയാഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് പിടിയുണ്ട്. അതുകൊണ്ടല്ലേ ഹൈക്കമാൻഡ് മാത്രമല്ല അദ്ദേഹത്തെ ഈ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ ആ ശക്തികളുണ്ടല്ലോ, ഹൈക്കമാൻഡ് അതുകൊണ്ടല്ലേ സിറ്റിംഗ് MPമാർക്ക് ആദ്യം പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞത്. ഹൈക്കമാൻഡിനെ കൊണ്ട് അത് പറയിപ്പിച്ചത് ആരെയെന്ന് ചോദ്യമുണ്ട് ശരത്തെ. കാരണം ആന്റണിയുടെ നേതാവാണോ? ആന്റണിയുടെ നേതാവോ? PJ കുര്യനോട് അത്ര സുഖമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അതെ. അപ്പം PJ കുര്യനെ ആ നിലയ്ക്ക് അദ്ദേഹം പോലും അറിയാതെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടു. അതുപോലെ ഇപ്പോൾ ലോക്സഭാ സീറ്റ് ഒരു പൊതു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നു. സിറ്റിംഗ് MPമാർക്കല്ല സീറ്റ്. ഉടനെ അന്ന് രാത്രി തന്നെ KPCC കേരളത്തിലെ ഹൈക്കമാൻഡ് എല്ലാ DCCക്കും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. കാരണം അതിലെന്തോ സൂക്ഷ്മമായ കളി നടന്നിട്ടില്ലേ എന്നെനിക്ക് സംശയമുണ്ട്. പത്തനംതിട്ടയിൽ മാത്രമാണ് പക്ഷേ വ്യത്യസ്തമായ ഒരു നീക്കം നടന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ DCCമാരോട് ചേർന്ന് പ്രവർത്തിച്ചു. അവിടുത്തെ സിറ്റിംഗ് MPയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ലിസ്റ്റ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ കളികൾക്കെല്ലാം അതിൻ്റെതായ കോൺഗ്രസ് അല്ലേ. ഈ കളികളൊക്കെ കോൺഗ്രസിൽ സാധാരണമാണ്. ഇതും ഇതിൻ്റെ അപ്പുറവും നടക്കും. ഏതായാലും ഈ ഘട്ടത്തിൽ ഇന്നാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നത്. അതിന് തൊട്ടു മുമ്പ് KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞാനുമായി സംസാരിച്ചപ്പോൾ പങ്കുവച്ചൊരു വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഗ്രൂപ്പ് പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്തവണ കാര്യങ്ങളൊക്കെ പോകും എന്നൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ ആ നിലയിലാണോ എന്ന സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടുകൊണ്ട് ശ്രീ സജീവനിലേക്ക് വരാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോഴേക്കാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് പ്രോബബിൾ കാൻഡിഡേറ്റ്സ് 25 പേര് നോൺ സീരിയസ് കാൻഡിഡേറ്റ്സ് വന്നിട്ട് 1-2 പേര് മാത്രം വന്നാൽ മതി. അതിന് ആരുടെ കാല് പോയി പിടിച്ചിട്ട് വരുന്നൊരു സമ്പ്രദായമുണ്ട്. ഇതൊന്നും ഈ പാർട്ടിയിൽ നടക്കില്ല. രാഹുൽ ഗാന്ധിയാണല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ.
അദ്ദേഹം ഒറ്റ ഗൈഡ് ലൈൻ മാത്രമാണ് ഞങ്ങൾക്ക് തന്നത്. ഒറ്റ അഡ്വൈസ്, ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് ആയിരിക്കണം. അതിലൊരു കൺസിഡറേഷനും വേണ്ട, അതിൽ നിങ്ങൾക്കൊരു പരിഗണനയും വേണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അത് മിസ്റ്റർ രമേശ് ആകട്ടെ, ഉമ്മൻചാണ്ടി ആകട്ടെ, അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരാകട്ടെ, അവരുമായിട്ടൊക്കെ ഞാൻ 1-on-1 സംസാരിച്ചപ്പോൾ അവരും മനസ്സിലാക്കിയിട്ട് ഈ ഇലക്ഷൻ നമുക്കൊരിക്കലും ഇപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് മറ്റൊരു പരിഗണന അവരുടെ ഭാഗത്തുണ്ടാവില്ല. ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് എന്ന ഒരു തത്വത്തിൽ തന്നെ ഞങ്ങൾക്ക് ഉറച്ചേൽക്കാൻ പറ്റും. ശ്രീ സജീവൻ, ആ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ നേരിട്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ റിസ്ക് എടുക്കാൻ വയ്യ. അദ്ദേഹം അവസാനം പറഞ്ഞ ആ വാചകം ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊന്നും മറ്റൊരു പരിഗണന ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഇന്നലെ രാത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനും പ്രചാരണ സമിതി അധ്യക്ഷൻ കെ മുരളീധരനും അടക്കം പങ്കെടുത്ത വിശാല ഐ ഗ്രൂപ്പ് യോഗം ചേർന്നു. ദിവസങ്ങൾക്ക് മുമ്പ് എ ഗ്രൂപ്പ് യോഗം ചേർന്നു. ദൃശ്യങ്ങൾ സഹിതം അത് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് അത് പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് ഇത്ര വലിയ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പങ്കുവെക്കുന്നത്. കോൺഗ്രസിൽ അദ്ദേഹം പറയുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയുമാണോ ഏറ്റവും അവസാനം ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ശ്രീ സജീവൻ. ശരത്തിൽ പറയാവുന്നൊരു കാര്യം, ഇതിൽ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയുമോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മളിപ്പോൾ ഒറ്റ കാര്യം നോക്കാം. ഉഭയകക്ഷി ചർച്ച നടന്നല്ലോ. ലീഗുമായും കേരള കോൺഗ്രസുമായിട്ടൊക്കെയുള്ള ചർച്ച നടന്നു. ഇവരെ രണ്ടുപേരെയും ഇരുത്തിയുള്ള ചർച്ച നടന്നു. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ആയതുകൊണ്ടാണോ അല്ലയോ എന്നുള്ള വേറെ കാര്യം. ഇതിൽ ചർച്ച നടത്തി ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരാണ്, രണ്ട് ഗ്രൂപ്പിൻ്റെ തലതൊട്ടപ്പന്മാരാണല്ലോ, അവരാണ് കാര്യങ്ങൾ മുഴുവൻ ഈ അദ്ദേഹത്തോട് ഇത് നമ്മളും ചോദിച്ചതാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് യാത്രയിലായതുകൊണ്ടാണ് ആ ഘട്ടം, ആദ്യഘട്ടം ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ല, ഇനിയും അദ്ദേഹം പങ്കെടുക്കും. ഇനി അദ്ദേഹം പങ്കെടുക്കുമോ? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ദേഹം അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തെ ഈ ഗ്രൂപ്പ് നേതാക്കന്മാർ പങ്കെടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരു പിടിവാശിയുമില്ലാതെ കാര്യങ്ങൾ പോകും. മറ്റു പിടിവാശി KPCC പ്രസിഡന്റ് ഇല്ലാതിരിക്കലായിരിക്കും ഇത്തവണ ഉണ്ടാവുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ഗ്രൂപ്പുകൾ, ഇതേപോലെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയമൊക്കെ എന്നൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞത്. എന്നിട്ട് എന്തായി? അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചില കാര്യങ്ങളൊക്കെ കേന്ദ്രത്തെ അറിയിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇവിടെ ഗ്രൂപ്പ് നേതാക്കന്മാർ ഒരു വിട്ടുവീഴ്ചയും തയ്യാറായില്ല. രാഹുൽ ഗാന്ധി താണുകേണ് പറഞ്ഞിട്ട് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെയാണല്ലോ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചു വന്ന എല്ലാ ആളുകളും. അവസാനം രാഹുൽ ഗാന്ധിക്ക് ഇവർ പറഞ്ഞൊക്കെ അംഗീകരിക്കേണ്ടി വന്നു. ഒരു ബെന്നി ബെഹനാനെ മാത്രം മാറ്റിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ആകെ അത്രയും AICC പ്രസിഡന്റിന് പോലും പറ്റുന്നത്, അന്നത്തെ AICC വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് പോലും പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. KPCC പ്രസിഡന്റ് ഒരു തരത്തിലും ഇവിടെയുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരെ വരുതിയിലാക്കാൻ കഴിയില്ല, ഒരു തരത്തിലും ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ അവർ പരസ്യമായിട്ട് പറഞ്ഞേക്കാം. പക്ഷേ അവർ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം യാത്രയിലായാലും ഇല്ലെങ്കിലുമൊക്കെ ഈ ഘടകകക്ഷികളോടുള്ള സംസാരം പോലും ഇവർ നടത്തുന്നത്. ഇനി അവിടെയുള്ളപ്പം ആരെയൊക്കെ ഇപ്പം DCCയുടെ ലിസ്റ്റിനെ കുറിച്ചുകൂടെ പറഞ്ഞു. DCC ലിസ്റ്റ് പല രീതിയിലുണ്ടാവും. DCC 10 ആളുകളുടെ പേര് കൊടുത്താലും ഒരാളുടെ പേര് കൊടുത്താലും ഒക്കെ ഇതൊന്നും ഇവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ലിസ്റ്റ് തീർച്ചയായിട്ടും ഇപ്പം ഇന്നലെ നടന്ന താങ്കൾ തന്നെ പറഞ്ഞ ഈ വിശാല ഐ ഗ്രൂപ്പ് യോഗത്തിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ തീരുമാനം അതാണ് അവർ പ്രാവർത്തികമാക്കുക. അത് ഇന്ന വേണമെന്നുള്ള കാര്യത്തിൽ ഒരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു കൊള്ളക്കൊടുക്കുകളോ അല്ലെങ്കിൽ കുറച്ച് പിടിവാശികളോ ഒക്കെ ഉണ്ടാകും. പിന്നെ അവസാനം അവർ സെറ്റിൽ ചെയ്യും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുമെന്നോ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുമെന്നൊക്കെ ഈ AICC പ്രസിഡന്റിന് പറയാം. പക്ഷേ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഈ പറയുന്ന ഗ്രൂപ്പുകാർ പറയുന്ന അവരുടെ സിറ്റിംഗ് MP-മാരെ മാറ്റിയിട്ടുള്ള കളികളൊന്നും അവർ പോവില്ല. പിന്നെ യുവാക്കൾക്ക് ഒരുപക്ഷെ തോൽക്കാനുള്ള സ്ഥാനാർത്ഥിയായിട്ട് ചിലയിടത്ത് കൊടുത്തു എന്ന് വരും. അങ്ങനെയുള്ള കളികളല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇത് തീരുമാനം വലിയ പ്രശ്നമുണ്ട്. നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ കോൺഗ്രസ് ഇതൊക്കെ ആയതുകൊണ്ട് ഈ ഡേറ്റ് ഒന്നും പ്രശ്നമില്ല, അവർ തീരുമാനിക്കും.
ആ തീരുമാനം പക്ഷേ ഇത്തവണ ഗ്രൂപ്പിന് അതീതമായിട്ട് എല്ലാ ഗ്രൂപ്പ് വഴക്കും മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നൊക്കെ പറയുന്നൊക്കെ ഒരു രാഷ്ട്രീയ തമാശയായിട്ടല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇവർ വഴങ്ങും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അതായത് ഇതിൻ്റെ ആകത്തുക ഇതാണ്. ഇപ്പോഴും ഈ സ്റ്റിയറിംഗ് ഗ്രൂപ്പുകളുടെ കൈകളിൽ തന്നെയാണ്, ഗ്രൂപ്പ് നേതാക്കളുടെ കൈകളിൽ തന്നെയാണ്. ഈ 2016 കാര്യം ശ്രീ സജീവൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനം വന്ന് തൃശ്ശൂർ ഒരു നിയോജക മണ്ഡലത്തിൽ ഗ്രൂപ്പിന് തന്നെ സീറ്റ് തരാം, പക്ഷെ നിങ്ങൾ ആളെ മാറ്റൂ എന്ന നിലയിൽ അന്നത്തെ KPCC പ്രസിഡന്റ് ഭാഗത്ത് നിന്നൊരു നിർദ്ദേശം വന്നിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഗ്രൂപ്പ് താല്പര്യം ഉള്ള ഒരു പാർട്ടിയാണിത് കോൺഗ്രസ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്. ആ ഒരു അനുഭവം, ഒരു വിവരം, ഇത് 2016 നിന്ന് 2019 എത്തുമ്പോൾ വലിയ അകലമൊന്നുമില്ല. ഇപ്പോഴും അവസാന ഘട്ടം എത്തുമ്പോഴേക്കും അതേ തീവ്രതയിലേക്ക് ഗ്രൂപ്പുകൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേരില്ലല്ലോ, വർക്കിംഗ് പ്രസിഡന്റ് പങ്കെടുക്കില്ലല്ലോ, പ്രചരണ സമിതി അധ്യക്ഷൻ പങ്കെടുക്കില്ലല്ലോ. അങ്ങനെ കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കണം, നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കട്ടെ എന്നൊരു പൊതുധാരണ ആ ഗ്രൂപ്പ് യോഗത്തിൽ ഉണ്ടാവില്ലല്ലോ. അതിനു മുൻപ് തന്നെ A ഗ്രൂപ്പും യോഗം ചേർന്നു. അപ്പോൾ എവിടെയാണ് ഈ പുറമേക്ക് പറയുന്ന വാക്കുകളുടെ പ്രസക്തി? ഗ്രൂപ്പുകളുടെ കൈകളിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിയറിംഗ്. നിങ്ങൾ ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോഴൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസിനെ ചലിപ്പിക്കുന്നത് ഈ പറയപ്പെട്ട നേതാക്കൾ തന്നെയല്ലേ. ഉമ്മൻചാണ്ടിയാണ്, രമേശാണ്, മുരളിയാണ്, സുധാകരനാണ്, എല്ലാവരും കൂടെ ചലിപ്പിക്കുന്നത്. ഇതൊരു കൂട്ടായ ഏർപ്പാടാണ്. അതിന് നിങ്ങൾ ഗ്രൂപ്പ് വിളിച്ചെന്ന കാര്യമുള്ളത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പിനെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാ മത്സരിക്കുക? അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുന്നതാണ് അപകടം. KPCC പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും അദ്ദേഹം എല്ലാവരെയും അംഗീകരിച്ച് പോകുന്ന ആളാണ്, എല്ലാവരെയും കൂട്ടി പോകുന്ന ആളാണ്. പക്ഷെ ഒരു യാഥാർത്ഥ്യം കേരളത്തിലുണ്ട്. ഒരു വ്യക്തി പറയുന്നതൊന്നും ഇവിടെ അംഗീകരിക്കില്ല ആരും. പരസ്പരം ധാരണയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇക്വേഷൻസ് ഉണ്ട് കേരളത്തിൽ. UDFന് അങ്ങനെ ജയിക്കുള്ളൂ, അല്ല ഇലക്ഷൻ വെറുതെ ജയിക്കുമോ? ചില കമ്മ്യൂണൽ ഇക്വേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്, മറ്റു ചില ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശനെ ഇത്രയും മോശമായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കേസെടുത്ത ആളെ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാ വീട്ടിൽ പോയി? എന്തിനാ? രാഷ്ട്രീയമല്ലേ? എന്തിനാ അദ്ദേഹം നമ്മുടെ മാർത്തോമ വലിയ കാണാൻ പോയെന്തിനാ? രാഷ്ട്രീയമല്ലേ? അപ്പോൾ അതുകൊണ്ട് കേരളത്തിലൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിക്കുകയും ചില ഇക്വേഷൻസ് പൂർത്തിയാക്കുകയും ഇലക്ഷൻ ജയിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഗ്രൂപ്പും ഉള്ളപ്പോഴാണല്ലോ ഞങ്ങൾ 2011 2016 ജയിച്ചത്. 14 വളരെ ജയിച്ചില്ലേ? 12 സീറ്റ് ജയിച്ചില്ല. അന്ന് അതിശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം ഇന്ത്യ ഒട്ടാകും കേരളത്തിൽ അന്ന് സോളാർ കത്തി നിൽക്കുകയാണ്. അന്ന് പോലും ഞങ്ങൾ 12 സീറ്റ് ജയിച്ചില്ല കേരളത്തിൽ. അപ്പം അതുകൊണ്ട് കേരളത്തിൽ 16 പറ്റിയത് നിങ്ങൾ പറഞ്ഞ ചില ആൾക്കാരുടെ കുഴപ്പം കൊണ്ട് പറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചാൽ അതുപോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഒരു വിവാദമാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഗ്രൂപ്പ് മീൻസ് നിങ്ങൾ പറയുന്നമാര് പരസ്പരം വെട്ടി പണിക്കുന്ന ഗ്രൂപ്പല്ല, മറിച്ച് ശരിയായിട്ട് നിൽക്കുന്നവരാണ്. ഒരുമിച്ച് നിൽക്കുന്ന കുറെ സെറ്റ് എന്ന് മാത്രം കണക്കാക്കാൻ മതി. അതെ, പക്ഷെ ഞങ്ങളൊക്കെ തമ്മിൽ ധാരണ ഉണ്ടാവും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ഇത്തവണ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. അതായത് ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം പറഞ്ഞത് സാധാരണ ഈ ഗ്രൂപ്പ് തർക്കങ്ങളുണ്ടാകും, ഇത്തവണ തർക്കങ്ങളില്ലാതെ കൃത്യമായ ധാരണയോടുകൂടി തന്നെ പോകാനാകും. ഇപ്പോൾ വയനാട് MI ഷാനവാസിന് പകരം ആര് വരും എന്ന് ചോദിക്കുമ്പോൾ A ഗ്രൂപ്പിന് വലിയ താല്പര്യമുണ്ട്. MI ഷാനവാസ് ആകാം, അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ DCC പ്രസിഡന്റ്, അവരാരെങ്കിലും ആകാം. അങ്ങനെ വരുമ്പോൾ I ഗ്രൂപ്പ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും അത് പകരം കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും. A ഗ്രൂപ്പും I ഗ്രൂപ്പും വ്യക്തമായ ധാരണയോടുകൂടി തന്നെ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരും. പാവം KPCC പ്രസിഡന്റ് ഉദാത്തമായ ആശയങ്ങളൊക്കെ പങ്കുവെച്ച് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെ അങ്ങനെ പോകട്ടെ. ഗ്രൂപ്പുകളായി തന്നെ പരസ്പരം തർക്കിക്കാതെ ധാരണയോടുകൂടി പ്രവർത്തിക്കുക. ആ നിലയിലേക്കാണോ ഇപ്പോൾ കേരളത്തിലെ AI ഗ്രൂപ്പുകൾ നീങ്ങുന്നത്? അല്ല ശരത്തെ, നമ്മൾ ഈ കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം തന്നെ ഗ്രൂപ്പുകളുടെ ചരിത്രമാണ്. ഈ ആന്റണിയും കരുണാകരനും തമ്മിലുള്ള ക്ലാസിക് രാഷ്ട്രീയ പോരെ, അത് രണ്ട് ധ്രുവങ്ങളായിട്ട് ഇങ്ങനെ നിന്നിട്ട് ആന്റണി കരുണാകരനെതിരെ മത്സരിക്കുന്നു. ആ കാലമല്ലെന്നാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. അതൊക്കെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. എന്നിട്ട് കോൺഗ്രസ് ക്ഷയിച്ചില്ലല്ലോ. ഞാൻ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത് അദ്ദേഹം തന്നെ നല്ലൊരു ഗ്രൂപ്പ് പ്രവർത്തകനാണ്, നല്ല ഒന്നാന്തരം ഗ്രൂപ്പ് ചാമ്പ്യൻ കൂടിയാണ് ഡൊമിനിക് പ്രസന്റേഷൻ. പക്ഷേ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിനകത്ത് ഒത്തിരി വസ്തുതകളും സത്യങ്ങളുമുണ്ട്.
അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം, ഗ്രൂപ്പ് അത് മനസ്സിലായി ജേക്കബ് ജോർജ്. അതിലെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 8 സിറ്റിംഗ് സീറ്റുകൾ, തോറ്റ സീറ്റുകളിലും ഇനി ആറ്റിങ്ങലായാലും ഇടുക്കി, തൃശൂർ, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ, കാസർഗോഡ് ഇവിടെയെല്ലാം സ്ഥാനാർത്ഥികളെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെയെല്ലാം ഈ 2 ഗ്രൂപ്പുകൾ കൃത്യമായ ധാരണയോടെ തർക്കങ്ങളില്ലാതെ ഒരു തർക്കവും പുറത്തേക്ക് വരാതെ സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യുന്നതിലേക്കായിരിക്കുമോ പോവുക? അങ്ങനെ തന്നെയായിരിക്കും. കാരണം അതിന്റെ ഒരു നടത്തിപ്പുകാരൻ മാത്രമാവുമോ അങ്ങനെയെങ്കിൽ KPCC പ്രസിഡന്റ്? ഇത്തവണത്തെ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു ക്ഷീണം സംഭവിച്ചുകൂടാ എന്ന് ഈ ഗ്രൂപ്പ് മാനേജർമാർക്ക് മറ്റാരെക്കാട്ടിലും നന്നായിട്ടറിയാം. അവർക്ക് അതിനൊരു ബോധമുണ്ട്. കാരണം ഡൽഹിയിൽ ഈ പഴയ ഡൽഹി അല്ല ഇപ്പോൾ. ഹൈക്കമാൻഡ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ജയിക്കാൻ പൂർണ്ണമായിട്ടും സാധ്യതയുള്ളവരെ മാത്രം നിർത്തുക എന്നുള്ളതിലേക്ക് ഗ്രൂപ്പുകൾ ചുരുങ്ങുമ്പോൾ തന്നെയല്ല, ആന്റണിയുടെയും കരുണാകരൻ്റെയും കാലത്ത് അത്രയും ശക്തി ഈ ഗ്രൂപ്പുകൾക്ക് ഇന്നില്ല. അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായി ഗ്രൂപ്പുകൾ ഒഴിവാക്കണം, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നൊരു വാദം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സുധീരനൊക്കെ അത് മുന്നോട്ട് വെച്ച് ആദർശമാണ്, പക്ഷെ നടക്കുകയല്ല. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ തന്നെ വിശാലമായ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കാനാകുന്നു. ഞാനതൊന്നും ആവർത്തിക്കുകയല്ല, ദൃശ്യങ്ങൾ സഹിതം ഞങ്ങളത് ഇന്നലെ കൊടുത്തതാണ്, ഇന്നും പകലുമൊക്കെ വന്നതാണ്. ഗ്രൂപ്പും ചേരുന്നു. അപ്പോൾ ഇതിനകത്തുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ തീരുമാനമാക്കിയും മാറ്റുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ. മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. മുമ്പ് ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ. അപ്പോൾ പിന്നെ ഇത് പുതിയ സാഹചര്യമാണ്, റിസ്ക് എടുക്കാൻ കഴിയില്ല, മറ്റൊരു പരിഗണനയ്ക്കും സ്ഥാനമില്ല എന്നൊന്നും പറഞ്ഞ് നടക്കരുത്. ഇല്ല, ഇനിയിപ്പോൾ ഗ്രൂപ്പാണ്. കേരളത്തിൽ ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ്സുകാരനാരെ? അതാണ് നമുക്ക് ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് അതീതമായിട്ട് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കണമല്ലോ. ഇപ്പോൾ പത്തനംതിട്ടയാണെങ്കിലും ആലത്തൂരാണെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ ഗ്രൂപ്പില്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ പ്രയാസം. സജീവൻ, താങ്കൾ ഇതിനോട് എത്രമാത്രം വിയോജിക്കുകയും യോജിക്കുകയും ചെയ്യും? കാരണം ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ തർക്കം ഉണ്ടാവില്ല, ധാരണയോടെ തന്നെ പോകും. അതാണ് ഈ ഗ്രൂപ്പ് യോഗങ്ങളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പ്രസക്തി. അതാണ് ശ്രീ ഡൊമിനിക് പറഞ്ഞതിൽ ഒരു കാര്യം. അതുപോലെ തന്നെ എല്ലാ സീറ്റുകളിലും കൃത്യമായ ധാരണയോടെ വെച്ചുമാറിയും ഒക്കെ ഗ്രൂപ്പുകൾ വീതം വെച്ചെടുക്കുന്നതിലേക്ക് പോകും. അവിടെ വിജയസാധ്യത പരമാവധി അവർക്ക് അങ്ങനെ നിലനിർത്താനുമാകും. ശ്രീ സജീവൻ, അത് പൂർണ്ണമായും യോജിക്കുന്നൊരു നിലപാടാണോ? ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. കാരണം ഈ പറയുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ എല്ലാം നിലനിർത്തുന്ന ഗ്രൂപ്പുകളുടെ മാനേജർമാർക്ക് ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ഈ ഓരോ സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കണമെന്നുള്ള വാശിയാണെന്നൊക്കെ പറയുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അദ്ദേഹം കണ്ണൂരിൽ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം തോറ്റത് എങ്ങനെയാണ്? അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ണൂരിൽ തോൽപ്പിച്ചത് CPM സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ചത്. പക്ഷേ CPM സ്ഥാനാർത്ഥിയല്ല, CPM അല്ല തോൽപ്പിച്ചതെന്ന് CPMന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി പറഞ്ഞതാണ്. ഞങ്ങളല്ല മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ണൂരിൽ തോൽപ്പിച്ചത് ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതാണോ ഗ്രൂപ്പുകൾ കൊണ്ട് ഈ ശക്തി പ്രാപിക്കുന്നു? 2 ഗ്രൂപ്പുകൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു പോകുന്നുള്ളതിൻ്റെ തെളിവിതാണോ? തീർച്ചയായും മുല്ലപ്പള്ളി അവിടെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ട് തോൽപ്പിച്ച് അടങ്ങുമെന്ന രീതിയിൽ ഒരാളെ കൊണ്ടുവന്ന് തൻ്റെ അനുയായിയാക്കി മാറ്റിയിട്ട് തോൽപ്പിക്കുന്നു. അതിനുവേണ്ട എല്ലാ കളികളും കളിക്കുന്നു. KPCC പ്രസിഡന്റാണല്ലോ മുല്ലപ്പള്ളി. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തെ തോൽപ്പിച്ച അന്നത്തെ LDF ആണെന്ന് പറയില്ല. ഇതേപോലെ ഓരോ സ്ഥലത്തും പല സ്ഥലത്തും ഇതേപോലെയുള്ള കാര്യങ്ങൾ പോകുന്നത്. ഈ പ്രശ്നം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഗ്രൂപ്പുകാർക്ക് പറഞ്ഞാൽ ഗ്രൂപ്പുകാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇതേ കണ്ണൂരിൽ തന്നെ വേറെ പ്രശ്നമുണ്ട്. ഇതേ ഒരു ഗ്രൂപ്പുകാരൻ അവിടെ മത്സരിച്ചപ്പോൾ തോൽപ്പിക്കാനായിട്ട് മറ്റേ ഗ്രൂപ്പുകാരുന്നു. കാരണം ഈ എതിർ ഗ്രൂപ്പുകാരനായ DCC പ്രസിഡന്റിനെ ആ DCC ഓഫീസിൽ കയറ്റാതെ പൊരി വെയിലത്ത് 1 മണിക്കൂറേറെ നിർത്തിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് നേതാവ്. അദ്ദേഹം മത്സരിച്ചപ്പോൾ തോൽപ്പിക്കാൻ ആ ചരിത്രം കേരളത്തിലെ ഗ്രൂപ്പിനുണ്ട്, അതിനപ്പുറത്തെ ചരിത്രമുണ്ട്. അത് ശരിയാണ്. ഈ വിധത്തിലുള്ള വെട്ട് സംഭവിച്ചിട്ടുണ്ട്, കാലുവാരി തോൽപ്പിക്കലുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ 2019 വരുമ്പോൾ ഇപ്പോൾ കണ്ണൂരായാലും വടകരയിലും പുതിയ സ്ഥാനാർത്ഥി വരണമല്ലോ. വയനാട് ആരാകുമെന്ന ചോദ്യം, കാസർഗോഡ് ആരാകുമെന്ന ചോദ്യം, അങ്ങനെ വടക്കൻ കേരളത്തെ സംബന്ധിച്ച ഇപ്പോൾ കണ്ണൂര് K. സുധാകരൻ മത്സരിക്കും എന്ന നിലയിൽ ഇന്നലെ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിന്റെ ഒരു പൊതുധാരണയുണ്ട് എന്ന വിവരമുണ്ട്. ഈ പറഞ്ഞ നിലയിൽ പരസ്പരം വാരി തോൽപ്പിക്കില്ല. ആ യാഥാർത്ഥ്യം ഗ്രൂപ്പുകൾക്കുണ്ടെന്നാണ് ശ്രീ ഡൊമിനിക്കും അതുപോലെ തന്നെ ശ്രീ ജേക്കബ് ജോർജും പറയുന്നത്.
അല്ല, അത് ഇപ്പോൾ ഇന്ന ആളുകൾ ഗ്രൂപ്പ് നേതാക്കന്മാർ, ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനിച്ചിട്ടുള്ള അവർക്കൊക്കെ വീതം വെച്ച് കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ അവരുടെ ആളുകളെ പ്രഖ്യാപിക്കും, അവർ തീരുമാനിക്കും. അപ്പോൾ പ്രശ്നമുണ്ടാവില്ല, തർക്കമുണ്ടാവില്ല. അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. പിന്നീട് ഈ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന ആളെ ആ പ്രദേശത്തുള്ള എതിർ ഗ്രൂപ്പുകാർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വേറെ കിടക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഓരോ റിസൾട്ട് വരുമ്പോഴാണ് അറിയുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിയാണ് ഡൊമിനിക്കൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതിൽ KPCC പ്രസിഡന്റ് ഒരു പിടിവാശി കാണിക്കില്ല. ആ പിടിവാശി കാണിക്കില്ല എന്നുള്ള ഉറപ്പ് ഈ ഗ്രൂപ്പ് മാനേജർമാർക്കുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിക്കും. ഇപ്പോൾ ഗ്രൂപ്പ് യാഥാർത്ഥ്യമാണ്, എല്ലാ ഗ്രൂപ്പുകളും സഹകരിച്ചാണ് പോകുന്നതെങ്കിൽ പിന്നെ ഗ്രൂപ്പ് യോഗം ചേരണ്ടല്ലോ. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ വെച്ച് ഗ്രൂപ്പ് യോഗം ചേരുമ്പോൾ ഒരു ഗ്രൂപ്പുകാരനെയും വിളിക്കുന്നില്ലല്ലോ. അവർ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് വേണ്ട അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നത് ഈ സ്ഥാനാർത്ഥി ആവേണ്ട ആളുടെ പ്രവർത്തന മികവല്ല, ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനം, ഗ്രൂപ്പ് നേതാവിന് അദ്ദേഹത്തോട് താല്പര്യം, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക്. ഒരു മറുപടി, ഈ ഗ്രൂപ്പുകൾ തമ്മിൽ മുൻപില്ലാത്ത വിധം ഒരു വലിയ ധാരണയുണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ ശ്രീ സജീവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രത്യേകം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്തിനാണ് ഇതുപോലൊരു ഘട്ടത്തിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഇതിൻ്റെ ശരത്തിൻ്റെ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് കോൺഗ്രസ്സുകാർ ഒരുമിച്ച് കൂടിയാൽ അത് നിങ്ങൾക്ക് ന്യൂസാണ്. ഞാൻ നിങ്ങളെ തെറ്റ് പറയില്ല, പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ന്യൂസ് വേണം, എല്ലാ മണിക്കൂറിലും ഇത് കൊടുക്കണമല്ലോ, ഇപ്പോഴത്തെ ഇലക്ഷൻ കാലമല്ലേ. അപ്പം അതുകൊണ്ട് ഇതുപോലെ എല്ലാ പാർട്ടിയും ചർച്ച നടക്കുന്നില്ലേ? എല്ലാ ചർച്ച നടക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചതാ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ ആ പറഞ്ഞ കോൺഗ്രസ്സുകാരുടെ ഒത്തുചേരലിൽ എന്തുകൊണ്ടാണ് ഒരു എ ഗ്രൂപ്പ് നേതാവ് ഇല്ലാതെ പോയത്? അതിൻ്റെ അകത്ത് ഏക്കാരം ഉണ്ടാവുന്നേ, ഏക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറയുമ്പോഴേക്ക് രമേശന്റെ വീട്ടിൽ ഞങ്ങൾ ആരും പോയില്ലതാണ്, അവിടെ ഞങ്ങൾ പോകാറുണ്ട്. അയ്യോ, അതല്ല, ഒരു കാര്യം അത്ര നിഷ്കളങ്കമാകരുത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അത്ര നിഷ്കളങ്കമാകരുത്. കന്റോൺമെന്റ് ഹൗസിൽ നിങ്ങളൊക്കെ പോകാറുണ്ട്, രമേശിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ എല്ലാവരും. ഞാൻ അതല്ല പറഞ്ഞത്. ഇന്നലെ രാത്രി ചേർന്ന ഈ ഗ്രൂപ്പ് യോഗത്തിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇല്ല, എ ഗ്രൂപ്പ് നേതാക്കളില്ല. പകരം പങ്കെടുത്തവരുടെ കുറെ പേരുകൾ വേണമെങ്കിൽ ഞാൻ പറയാം. കെ സുധാകരനുണ്ട്, കെ മുരളീധരനുണ്ട്, ശൂരനാട് രാജശേഖരനുണ്ട്, ജോസഫ് വാഴക്കിനുണ്ട്, ശരചന്ദ്ര പ്രസാദ് ഉണ്ട്, ശ്രീ ജേക്കബ് ജോർജ്. ഇവരൊക്കെ വിശാല ഐ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അല്ലേ? മൂത്ത ഐ ഗ്രൂപ്പുകാരാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ആ യോഗത്തിലേക്ക് അവർക്ക് ക്ഷണമുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്കില്ലായിരുന്നു. അല്ല ഞാൻ അങ്ങനെ കൂടുതൽ ഒരു തെറ്റും കാണാത്ത ആളാണ്. ചിലപ്പോൾ അവര് കൂടി ആലോചിക്കാറുണ്ട് ആൾക്കാർ എങ്ങനെ ഉണ്ടാവും. ജേക്കബ് ജോർജ് എന്തോന്ന് പറയുന്നത്? ഏത് ഗ്രൂപ്പ് പ്രസന്റേഷൻ നമുക്കറിയാമല്ലോ, എത്രയോ ഗ്രൂപ്പ് യോഗങ്ങളിൽ ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡൊമിനിക് പ്രസന്റേഷനെ ഒരു ഗുണമുണ്ട്. കോൺഗ്രസിന്റെ അകത്ത് ഇതുപോലെ ചർച്ചകൾ എന്താണ് ആ ഗുണം? അല്ല, ആന്റണി ഗ്രൂപ്പിന്റെ ഒരു ഗുണം, അവരൊക്കെ ലോകത്താരും അറിയത്തില്ല. അത് നല്ല ഇരുമ്പ് ഉരുക്ക് കേഡർ സ്വഭാവമുള്ള ഗ്രൂപ്പാ. ദൃശ്യങ്ങൾ കിട്ടാൻ ഇത്തിരി പാടാ. മറ്റത് പേര് പോലെ തന്നെയാണ്, വിശാലമാണ്, വളരെ ലിബറൽ ആണ്. കൂടാറുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞങ്ങൾ കൂടാറുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഗ്രൂപ്പ് കൂടുതൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന് എന്തോ കോൺഗ്രസിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. മറിച്ച് ഞങ്ങളിത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഈ സിറ്റിംഗ് MP-മാരെ കുറിച്ച് തന്നെ AIC സർവേ നടത്തിയിട്ടുണ്ട്. ജേക്കബ് ജോർജ് അങ്ങേക്കറിയാമല്ലോ, അവർ ഇൻഡിപെൻഡന്റ് സർവേ നടത്തിയിട്ടുണ്ട്. അവരാകെ ആവശ്യപ്പെട്ട എന്താ, നിങ്ങൾ പാനൽ തരുമ്പോഴേക്കും സിറ്റിംഗ് MP-യുടെ പേര് തരണം, അതിന്റെ കൂടെ മറ്റു പേരുകൾ കൊടുക്കണം. അതിന്റെ അർത്ഥം AICCക്ക് ഒരു മെഷീനറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രൂപ്പുകാർ എത്ര ശ്രമിച്ചാലും ശരി, വളരെ മോശം റെക്കോർഡാണ് അവർക്ക് കിട്ടിയുള്ളതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് അവർ ഇടപെടില്ലേ? അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണ KPC പ്രസിഡന്റ് വാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വിന്നബിലിറ്റിയാണ്. ഞങ്ങൾ ആര് പേര് കൊടുത്താലും അതിൽ
ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നാണ് ഞങ്ങളുടെയൊക്കെ ശരി, ധാരണ. ഏതായാലും ഞാനൊന്ന് മടങ്ങി വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ സജീവൻ, അതുപോലെ ശ്രീ ജേക്കബ് ജോർജ്. ഈ വിന്നബിലിറ്റിയിൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ വെച്ച് പോകുന്ന പേരുകൾക്കപ്പുറത്തേക്ക് ശ്രീ സജീവൻ, ഹൈക്കമാൻഡ് അത്ഭുതങ്ങൾ കാട്ടി ഈ വിന്നബിലിറ്റിക്ക് അപ്പുറത്തേക്കുള്ള താല്പര്യങ്ങളുള്ള പേരുണ്ട് എങ്കിൽ ഹൈക്കമാൻഡ് അങ്ങനെ ഇടപെട്ട ആ പേരുകൾ വെട്ടും എന്നൊക്കെ എത്രമാത്രം പ്രതീക്ഷിക്കാമെന്ന ചോദ്യമുണ്ട്. കോൺഗ്രസിൽ ആ രൂപത്തിൽ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പല താല്പര്യങ്ങളുടെയും പല പേരുകളുടെയും പേരിൽ ഒരു തർക്കം അങ്ങനെ വഴിമുട്ടി തന്നെ നിൽക്കുകയാണ്. അതൊരുപക്ഷെ UDF-നകത്തെ സീറ്റ് വിഭജനം പൂർണ്ണമാകാത്തത് കൊണ്ട് അത്രമേൽ പുറത്തു വരാത്ത വിധത്തിൽ മറച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, നേരത്തെ ഇടവേളയ്ക്ക് പോകും മുമ്പ് സൂചിപ്പിച്ച അതേ സാഹചര്യമുണ്ട്. UDF-ൽ സീറ്റ് വിഭജനം, ഉഭയകക്ഷി ചർച്ചകൾ വിജയത്തിലെത്താത്തൊരു സാഹചര്യം വളരെ ശക്തമായി നിൽക്കുകയാണ്. അതിൽ വിശേഷിച്ച് മാണി ഗ്രൂപ്പ്, PJ ജോസഫിന്റെ കടുംപിടുത്തം, 2 സീറ്റ്, അതിൽ തന്നെ PJ ജോസഫ് ഒന്നായാൽ പോലും, ഒരു സീറ്റാണ് കിട്ടുന്നതിൽ എങ്കിൽ പോലും മത്സരിക്കണം എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഇതാണ് നാളെ വീണ്ടും വളരെ നിർണായകമായ ഉഭയകക്ഷി ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. ഏതാണ്ട് അതിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതായി വരും നിശ്ചയമായി. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? PJ ജോസഫ് അയഞ്ഞിട്ടുണ്ടോ അതോ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്? തൽക്കാലം PJ ജോസഫിൻ്റെ ആ നിലപാട് ഉണ്ട്. രണ്ടാമതൊരു സീറ്റ് കൂടി വേണം. ആ രണ്ടാമത് കിട്ടുന്ന സീറ്റ് ഞങ്ങൾക്ക് വേണം. അതായത് ഒരു സീറ്റേ കിട്ടുന്നുള്ളെങ്കിൽ അവിടെ അതും ജോസഫ് ഗ്രൂപ്പിന് വേണം. അത് കേരള കോൺഗ്രസിനകത്തെ ഡിമാൻഡ്. പക്ഷേ ഇത് അത്ര കണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. നാളെ കൊണ്ട് അത് എവിടെയെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇന്നടക്കം ജോസ് കെ മാണിയോട് മാധ്യമപ്രവർത്തകർ PJ ജോസഫ് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു പ്രവർത്തകനോ നേതാവോ അല്ല PJ ജോസഫ്. പാർട്ടിയിലെ ഏറ്റവും കെ മാണി കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാര്യം വരുമ്പോൾ ജോസ് കെ മാണി പറയുന്നത് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് പറയാനാവുന്ന ഇപ്പോഴും പാർട്ടി തീരുമാനിക്കും എന്ന് വെച്ചാൽ അങ്ങനെ പോലും പരസ്യമായി PJ ജോസഫിന് വേണ്ടി ഒരു നല്ല 2 വർത്തമാനം പറയാൻ ജോസ് കെ മാണി സന്നദ്ധനല്ല എന്ന് വന്നാൽ എന്താണ് മാണി ഗ്രൂപ്പ് കണക്ക് കൂട്ടുന്നത്? നേരത്തെ ഇതിനകത്ത് ആത്യന്തിക പ്രശ്നം ജോസ് കെ മാണി PJ ജോസഫ് ആ ഒരു ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിലെ വിള്ളലാണ് അത് ഉലച്ചിൽ തട്ടിയിരിക്കുന്നു, യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ ജോസ് കെ മാണി ഒരു യാത്രയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചെയർമാൻ ജോസ് കെ മാണിയാണ്. കെ മാണിക്ക് ശേഷം ജോസ് കെ മാണിയുടെ കയ്യിലേക്ക് പാർട്ടി പോകുമ്പോൾ PJ ജോസഫ് എവിടെയായിരിക്കും? അദ്ദേഹം കേരള കോൺഗ്രസിൽ അങ്ങ് ഉണ്ടാവില്ല. അങ്ങനെ കേരള കോൺഗ്രസിൽ PJ ജോസഫ് വേണം എന്ന് മാണി ഗ്രൂപ്പിനും ജോസ് കെ മാണിക്കും അത്ര നിർബന്ധവുമില്ല. അത് തന്നെയാണ് ആത്യന്തികം ആ വിഷയത്തിന്റെ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, 2 സാഹചര്യങ്ങളാണ്. ഒന്ന്, ഈ UDF-നകത്തെ സീറ്റ് വിഭജനം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്താത്തതും ഉഭയകക്ഷി ചർച്ചകൾ വിജയിക്കാത്തതുമൊക്കെ കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് അതിനകത്ത് നിൽക്കുന്ന താല്പര്യങ്ങളും വിയോജിപ്പുകളും പുറത്തു വരാതിരിക്കുകയാണോ? കാരണം സിറ്റിംഗ് സീറ്റിലടക്കം ഇപ്പോൾ ആന്റണിയുടെ കാര്യത്തിൽ അടക്കമുള്ള വിയോജിപ്പ് നിൽക്കുന്നു. വയനാട് ഐ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ AI ഗ്രൂപ്പ് യോഗം ചേരുന്നു. വിശാല ഐ ഗ്രൂപ്പ് യോഗത്തിൽ K സുധാകരനും K മുരളീധരനും അടക്കമുള്ള നേതാക്കളെ എത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കാവുന്നു. ഈ നിലയിൽ UDF ക്യാമ്പും വിശേഷിച്ച് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തോട് അന്തിമമായി അടുക്കുമ്പോൾ ഗ്രൂപ്പുകളുടെ ഒരു ശക്തമായ പിടിമുറുക്കം സംഭവിക്കുന്നുണ്ടോ? ഗ്രൂപ്പുകളുടെ മാത്രമല്ല, സാമുദായിക സന്തുലനവും പാലിക്കണമല്ലോ. LDF-ല് സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവിടെ അതാത് പാർട്ടികൾക്ക് യോഗ്യരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജയസാധ്യത ഉണ്ടെന്ന് അവർ വിചാരിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് അരമണിക്കൂറുണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. UDF-ൽ അങ്ങനെയല്ല. ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കണം. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സമവാക്യങ്ങൾ ശരിയാക്കണം. എല്ലാത്തിലും ഉപരി സാമുദായിക സമവാക്യങ്ങൾ ശരിയാക്കണം. സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തണം. ഇപ്പൊ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ചാലക്കുടിയിൽ ഹിന്ദു സ്ഥാനാർത്ഥി വേണം. അങ്ങനെയൊക്കെയുള്ള പല ശാഠ്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ മുസ്ലിം സ്ഥാനാർത്ഥികൾ 2 പേര് വേണം. ഒരാൾ തിരുവിതാംകൂറിലാണെങ്കിൽ ഒരാൾ മലബാറിലായിരിക്കണം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പരിഗണിക്കാനുണ്ട്. പിന്നെ വനിതാ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ഏറ്റവും കുറഞ്ഞ ഒരു വനിതയെങ്കിലും വേണം. അങ്ങനെ പല ഘടകങ്ങളും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് വേണം UDF-ലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ. അതിനിടയിലാണ് ഈ PJ ജോസഫിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പുതിയ തലവേദനകൾ. മുസ്ലിം ലീഗ് 3ാമതൊരു സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് ആലങ്കാരികമായിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് മറ്റെന്തെങ്കിലും ഉറപ്പ് കിട്ടുന്ന പക്ഷെ അവർ പിന്മാറും. പക്ഷേ കേരള കോൺഗ്രസിന് 2 സീറ്റ് കൊടുക്കണം എന്ന ആവശ്യം വന്നാൽ പിന്നെ മുസ്ലിം ലീഗിന് 3ാമത്തെ സീറ്റോ 4ാമത്തെ സീറ്റോ ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. ശ്രീ PJ ജോസഫ് എന്തുദ്ദേശിച്ചാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത് ജേക്കബ് ജോർജ് പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുന്നതിൽ കഥയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇവിടെ ജോസ് കെ മാണിയും PJ ജോസഫും തമ്മിൽ പല കൊള്ളക്കൊടുക്കുകളും ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കണം. അതും UDF-ന്റെ ചെലവിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് വേണം. മിക്കവാറും മറ്റന്നാളോ മറ്റോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കൂടുതൽ കടുത്ത വിലപേശലിലേക്ക് ഘടകകക്ഷികൾ പോകുന്നു.
അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ഈ വയനാട് പോലെ ഉറപ്പുള്ള സീറ്റിൽ മത്സരിക്കാൻ കണ്ടം ചെയ്ത ട്രാൻസ്പോർട്ട് ബസ് സ്കൂൾ ബസ്സാക്കുന്ന പോലെ കണ്ടം ചെയ്യപ്പെട്ട പല നേതാക്കന്മാരും ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ആന്റോ ആന്റണിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ അൺപോപ്പുലറായ ഒരു പാർലമെന്റ് അംഗമാണ്. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കുന്നത് എന്തുമാത്രം ഗുണകരമായിരിക്കും എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. പിന്നെ മുല്ലപ്പള്ളി ഒഴിവാകുന്ന വടകര സീറ്റിൽ ആരെ മത്സരിപ്പിക്കും? വടകരയിൽ മുല്ലപ്പള്ളിക്ക് വരും വേറെ ആരെങ്കിലും മത്സരിച്ചാൽ ജയസാധ്യതയുണ്ടോ? ഇനി കെ.സി. വേണുഗോപാൽ തന്നെ വയനാട്ടിലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആലപ്പുഴയിൽ ആര് മത്സരിക്കും? ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഒരേ സമയത്ത് കോൺഗ്രസിന് കാണേണ്ടതായിട്ടുണ്ട്. പൊതുവെ യു.ഡി.എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോഴത്തേക്കും അവർ പരമാവധി ആളുകളെ വെറുപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും. അതാണ് കാര്യമായി ഉയരുന്നൊരു ചോദ്യവും അത് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം ആളുകളെ വെറുപ്പിക്കുന്നതിലേക്ക് പോകുന്നോ? ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലം അവിടെ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രീ ജയശങ്കർ പറഞ്ഞ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ സാമുദായിക മതപരിഗണനകളോ ജാതി പരിഗണനകളോ ഒന്നും വേണ്ട, അരമണിക്കൂർ കൊണ്ട് തീരുമാനിക്കാം ഇടത് പാർട്ടികളെ സംബന്ധിച്ച്. ഇന്ന് CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ ഉച്ചയ്ക്ക് ഊണിന് പിരിയും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കാനായി. തിരുവനന്തപുരത്ത് C. ദിവാകരൻ, തൃശ്ശൂർ രാജാജി, അതുപോലെ ചിറ്റയം ഗോപകുമാർ മാവേലിക്കരയിൽ, സുനീർ വയനാട്. ഇതാണ് അവർ കൊടുക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരേണ്ടതുണ്ട്. അത് ആ പാർട്ടി അത് യഥാർത്ഥത്തിൽ പലപ്പോഴും ചില സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറയാറുണ്ട് രാവിലെ 8:30 തോൽക്കും, അല്ലെങ്കിൽ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്ന നിലയിൽ. എങ്ങനെയാണ് ഈ 4 സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നത്? അല്ല, 4 സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു പാർട്ടി മെമ്പറായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരാളെ കുറിച്ച് മാത്രം ഒരു അഭിപ്രായം പറയാം. സത്യത്തിൽ CPIക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മണ്ഡലം തിരുവനന്തപുരം. കാരണം വളരെ ടഫായിട്ടുള്ള സീറ്റാണ്. മാത്രമല്ല ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളൊരു വാടകയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണ് ചെയ്തത്. വലിയ ചീത്തപ്പേരായി. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നു CPIക്ക് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് C. ദിവാകരൻ. അതിന്റെ പേരിൽ നടപടി നേരിട്ട ആൾ കൂടിയാണ്. നടപടി നേരിട്ട ആളാണ്. പക്ഷെ അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. തിരുവനന്തപുരക്കാരനാണ്. അവിടെ സുപരിചിതനാണ്. പിന്നെ നേരത്തെ മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. ഏത് നിലയ്ക്കും അവിടെ ഇന്നത്തെ നിലയ്ക്ക് CPIയിൽ ഉള്ളതിൽ നിന്നല്ലേ നമുക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. CPIയിൽ ഉള്ളതിൽ ഇന്നിപ്പോ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാവുന്നതിൽ ഏറ്റവും രാജാജി നല്ലൊരു കാൻഡിഡേറ്റ് ആണോ? തൃശ്ശൂര് രാജാജി നേരത്തെ അവിടെ ഒല്ലൂർ മണ്ഡലത്തിൽ MLA ആയിരുന്ന ആളാണ്. ജയിച്ചു. ഒരു തവണ തോറ്റു. അത് LDF തരംഗത്തിൽ ജയിച്ചു, UDF തരംഗത്തിൽ തോറ്റു. അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം പാർലമെന്റിലൊക്കെ പോയാൽ ശോഭിക്കാവുന്ന ഒരാളാണ്. അല്ല, അവിടം വരെ എത്തുമോ എന്നുള്ളതാണ്. കാര്യവിവരമുള്ള ആളാണ്. നമ്മുടെ പല MLA-മാരെയും MP-മാരെയൊക്കെ വെച്ച് ആ രംഗത്ത് ശോഭിക്കാൻ കഴിവുള്ള ഒരാളാണ്. നല്ല കാര്യവിവരമുള്ള ആളാണ്. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കാര്യവിവരം ഉള്ളവരൊന്നും മത്സരിച്ചാൽ ജയിക്കണം എന്നില്ലല്ലോ. ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കർ, തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ഇപ്പോൾ CPI കാണുന്ന ഒരു കണക്കൂട്ടൽ സാമുദായിക പരിഗണനകൾ ഒക്കെ ഗുണമാണ് എന്ന നിലയിലൊക്കെ പറയുന്നുമുണ്ട്. ആ നിലയിലൊക്കെ രാജാജി വോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ആളാണോ? ഒരു സ്ഥാനാർത്ഥിത്വം മാത്രമേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. മുസ്ലിം ലീഗ് പോലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രേമേന്ദ്രൻ ഒരുപക്ഷെ MK രാഘവന് ശേഷം CPI ആണ് 4 സ്ഥാനാർത്ഥികളെ സമയത്ത് പ്രഖ്യാപിച്ചു. ആ വലിയ ഉത്തരവാദിത്വം നിറവേറ്റി. ഇനിയിപ്പോ CPM-കാരെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം, വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ഒരുപാട് കാര്യങ്ങൾ LDF ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ CPM പോലുള്ള പാർട്ടിക്ക് വളരെ എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിക്കും. അതിന് മറ്റേ സാമുദായിക സന്തുലനം നോക്കേണ്ട ആവശ്യമില്ല, മറ്റു കാര്യങ്ങൾ നോക്കേണ്ടതില്ല. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ഒരു മോശം കാര്യം എന്നുള്ളതല്ല. സാമുദായിക സന്തുലനത്തെ ഉറപ്പുവരുത്തി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ UDF-ൽ പല കാര്യങ്ങളും ചിന്തിക്കാണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഹൈക്കമാൻഡിന്റെ അനുവാദം വേണം. ഇവിടെ നിന്ന് പാസ്സായി പോകുന്ന ലിസ്റ്റ് ആയിരിക്കില്ല അവിടെ നിന്ന് പാസ്സായി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ പിടിയില്ലാത്ത ആൾക്കാർ അഹമ്മദ് പട്ടേലിന് കിഴി വച്ചിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ചരിത്രവും കാലവും ഉണ്ടായിട്ടുണ്ട്. മറ്റ് പല വിധത്തിലുള്ള ഉടായിപ്പ് പരിപാടികൾക്കും അവിടെ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ അതിന്റെയൊക്കെ ഒരു ഘട്ടം അത് തന്നെയാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നതും. അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെയധികം നന്ദി. അതായത് അത്തരം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അത്തരം ആലോചനകൾക്കും സംശയങ്ങൾക്കും ഒരു രൂപപ്പെടൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഈ കാര്യത്തിൽ. ശ്രീ സജീവൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കുവച്ച നിരീക്ഷണങ്ങളോട് ചുരുക്കത്തിൽ ശ്രീ സജീവൻ, താങ്കളുടെ ഒരു നിലപാട് എന്താണ്, കാഴ്ചപ്പാട് എന്താണ്? അല്ല, CPIയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ ജയശങ്കർ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് അവർ പരീക്ഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പാർട്ടിയും ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. സ്ഥാനാർത്ഥിയെ വെക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വതന്ത്രനെ വെക്കാം, അങ്ങനെ. പക്ഷേ അതിനൊക്കെ ഒരു കാരണം വേണം. ഇതൊന്നുമില്ലാത്ത ഒരു രീതിയിലേക്കാണ് അന്ന് അവർ പോയിരുന്നത്.
പക്ഷേ ഇത്തവണ നമുക്ക് CPI നേതാക്കന്മാരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ പേര് പറയുമ്പോൾ ആദ്യത്തെ പേരോ രണ്ടാമത്തെ പേരോ ആയിട്ട് ദിവാകരൻ്റെ പേര് പറയും. കാരണം ദിവാകരൻ മന്ത്രി എന്ന നിലയിൽ വളരെ കാലമായിട്ട് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലൊക്കെ വളരെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യഗൗരവത്തോട് കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നമ്മളങ്ങനെ ചുരുക്കി കാണേണ്ടതില്ല. അവരൊക്കെ ശ്രദ്ധേയരായിട്ടുള്ള നിലപാടുള്ള ആളുകളുടെ ഇടയിൽ ഒരു മോശം പറയാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളാണ്. ഈ ഒരു കാര്യം കൂടെ ജയശങ്കർ പറഞ്ഞ പോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു വലിയ തലവേദനയായിട്ട് മാറാറില്ല. UDFന് തലവേദനയായിട്ട് മാറും. മാത്രമല്ല ഈ പറയുന്ന വിന്നബിലിറ്റി എന്ന് പറയുന്ന കാര്യം, ആ വിന്നബിലിറ്റി നോക്കിയിട്ടൊന്നുമല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വെക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഭിന്നബിലിറ്റി ഉള്ള എത്ര ഗംഭീര നേതാക്കന്മാരുടെ എണ്ണം നമുക്ക് 1, 2, 3 എന്ന് അക്കമിട്ട് പറയാൻ പറ്റും. പക്ഷേ പലപ്പോഴും അതിന് പകരം ഒന്നുകിൽ സ്ഥിരം ആളുകൾ വിൽക്കുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ പലപ്പോഴും നേതാക്കന്മാർക്ക് പ്രത്യേക താല്പര്യമുള്ള വാത്സല്യമുള്ള ആളുകൾ മാത്രമായിട്ട് മാറുന്നു. അവിടെ വേറൊരു പരിഗണനയും കിട്ടില്ല. ശരിയാണ് ശ്രീ സജീവൻ, താങ്കൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പല കാലത്തും സംഭവിച്ചിട്ടുള്ള ഒട്ടും ശരിയല്ലാത്ത ഈ നടപടികളാണ്. അത് ചരിത്രപരമായി സംഭവിച്ചിട്ടുള്ളതുമാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അവസാനമായി നേരത്തെ ജയശങ്കർ പറഞ്ഞൊരു വാചകം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവസാനം ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണയിച്ചു വരുമ്പോഴേക്കും ആളുകളെ വെറുപ്പിക്കുകയാണ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസും ചെയ്യാറുള്ളത്. അത്തരമൊരവസ്ഥ ഇത്തവണ സംഭവിക്കുമോ? ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇവിടെ LDFൻ്റെത് അരമണിക്കൂറും തീരുമെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തെ കാൻഡിഡേറ്റ് ആരായിരുന്നു LDFൻ്റെ? ഇവിടെ ജയശങ്കർ പറയുന്നത് കേട്ടു LDFനും അവർക്കൊന്നും ഒരു സമുദായ പരിഗണന ഇല്ലാത്ത ആൾക്കാരാണ്. എറണാകുളത്തെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ പറയണോ? ആരായിരുന്നു? സെബാസ്റ്റ്യൻ പോൾ വന്നത് എങ്ങനെയാണ്? അദ്ദേഹം CPM പോലും ആയിരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ പാർട്ടികളും ചില പ്രാദേശികമായ ചില വികാരങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ചെയ്യാറുണ്ട്. അത് LDFനും വാദമാണത്. അങ്ങനെ പറഞ്ഞ പോലെ ഇത് LDFലല്ല അരമണിക്കൂർ കൊണ്ട് തീർന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏതൊരു ചാനൽ ഞാൻ കേട്ടു, ഈ ശബരിമല പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ക്രിസ്ത്യൻ മത്സരിക്ക് നല്ലതെന്ന് CPIയുടെ കാൻഡിഡേറ്റ് വാർത്ത വന്നിരിക്കുക. എന്നിട്ടാണ് നിങ്ങളെല്ലാം കൂടെ ഞങ്ങളെന്തോ അടിപിടി കൂടിയൊക്കെ ചെയ്തത്. ഒരു സംശയം വേണ്ട, ഞങ്ങളുടെ ഇടയിൽ കുറേ വിശാലമാണ്, പല ആഗ്രഹക്കാരുണ്ടാവും. പിന്നെ ഇവിടെ ഈ നേതാക്കളാരും രണ്ടും കൂടെ പറയാൻ ചെയ്യാൻ പറ്റും. ഒരു തരത്തിൽ നിങ്ങളൊക്കെ പറയും എല്ലാ ചെറുപ്പക്കാർ വേണം, മുഴുവൻ പേര് തട്ടിമാറ്റണം. അങ്ങനെ പറ്റുമോ? ഇതെല്ലാം കോൺഗ്രസ് എല്ലാ താല്പര്യങ്ങളുള്ളവരാണ്. സീനിയേഴ്സ് മത്സരിക്കും, ചെറുപ്പക്കാർ മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചെറുപ്പക്കാർ മത്സരിച്ചു. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് മത്സരിച്ചു. ഞാനൊന്ന് ആ നിലയിൽ ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞു വരുന്നതാണ് പഴി കേൾപ്പിക്കാത്ത ശരിയായ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്നാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ആ സാധ്യത, ആ തിരിച്ചറിവ് എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവും, യാതൊരു സംശയവും വേണ്ട. കാരണം പഴികൾ കുറേയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വയനാട്ടിലേക്ക് ഒരു രണ്ട് ഗ്രൂപ്പും കൂടെ സമന്വയിച്ച് ഒരു തീരുമാനം എടുക്കുമോ? ആറ്റിങ്ങൽ ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് ആരെ നിർത്തും? സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ചാലക്കുടി വളരെ നിർണായകമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ പാലക്കാട് MP രാജേഷിനോട് മുട്ടാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണം. ഷാഫി മത്സരിക്കുമോ? സിറ്റിംഗ് MLA മാർക്ക് ഇപ്പോൾ അതിനൊരു വിലക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ അത്ര എളുപ്പമാവില്ല കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ. അത്ര എളുപ്പമാവില്ല, യാതൊരു സംശയമില്ല. ഇതുപോലെ കുറെ പേരൊക്കെ പ്രതിഷേധം കാണിക്കും, കുറെ പേരൊക്കെ എതിർക്കുകയും ചെയ്യും, യാതൊരു സംശയം. ഏതായാലും UDFലെ സീറ്റ് വിഭജനം പൂർത്തിയാകാത്ത സാഹചര്യം കോൺഗ്രസിലേക്ക് മാത്രമായുള്ള ശ്രദ്ധ തിരിയാതിരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലെത്തുമ്പോൾ കോൺഗ്രസിൽ അതിൻ്റെതായ പതിവ് രീതിയിലുള്ള പല താല്പര്യങ്ങളും രൂപപ്പെടുന്നതിൻ്റെയും ഗ്രൂപ്പ് താല്പര്യങ്ങളുടെയും ഗ്രൂപ്പ് ധാരണയുടെയും വളരെ പ്രധാനപ്പെട്ട സൂചനകൾ പ്രകടമായി തന്നെ പുറത്തു വരുന്നുണ്ട്. CPI സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞു. CPM സ്ഥാനാർത്ഥികളെ നാളെ അറിയാം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിയുന്നതോടെ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് ആ പാർട്ടി നീങ്ങുന്നതും അറിയാനാകും. ഏതായാലും ഇപ്പോൾ സംസാരിച്ച കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം
ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ, അങ്ങനെ അത് മൂർച്ഛിക്കുമെങ്കിൽ അതിന് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഒരു കാരണമാണോ എന്ന ചോദ്യമാണ് FB പോളിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെച്ചത്. ഗ്രൂപ്പ് താല്പര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ന് 83% ആളുകളും വിലയിരുത്തുന്നു. അവിടെയാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ ഗ്രൂപ്പുകളുടെ ധാരണയാണ് ഉണ്ടാവുക, തർക്കം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന വളരെ പ്രധാനപ്പെട്ട നിലപാട് അപ്പോഴും ചർച്ചയിൽ പ്രസക്തമായി ഉയരുന്നു. വളരെയധികം നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നമസ്കാരം.